ിട്ട് പറയട്ടെ, ലോകത്തൊരൊറ്റ മുസ്ലിം പള്ളിയിലും 1300 കൊല്ലത്തിലെടുക്ക് അതാ ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ആ ഭാഷ അറബിയാണ്. മറ്റൊരു ഭാഷയിൽ റസൂലുള്ളാഹി ഖുതുബ ഓതിയില്ല, സഹാബത്ത് ഓതിയില്ല, താബീങ്ങൾ ഓതിയില്ല, ഒരു പണ്ഡിതനും ഒരു പള്ളിയിലും ഓതിയില്ല. അത് നിങ്ങളെ കാസർഗോഡ് പുണർപ്പയിൽ ഒരു സമ്മേളനം വിളിച്ചിട്ട് മൗലവിമാരെടുത്ത തീരുമാനമാണ്. ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ആക്കണമെന്ന്. അവർക്കതിന് അധികാരമില്ല. ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈമാൻ കിട്ടി മരിക്കണ്ടേ? എന്നാൽ അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾ ഈ ആയത്തൊന്ന് നന്നായി മനസ്സിലാക്കണം. ഈമാൻ കിട്ടി മരിക്കലല്ലേ നമ്മുടെ വിജയം. ഇവിടെയുള്ള ഒരു സംഗതിയും നിലനിൽക്കൂല. ഇവിടെയുള്ള സമ്പത്ത് നിലനിൽക്കൂല. ഇവിടെയുള്ള കൊട്ടാരം നിലനിൽക്കൂല. ഇവിടെയുള്ള ഫോറസ്റ്റുകൾ നിലനിൽക്കൂല. ഇവിടെയുള്ള ആരോഗ്യം നിലനിൽക്കൂല. ഇവിടെ ഒന്നും നിലനിൽക്കൂല. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിച്ചാലോ, ആ മരിക്കുന്നവന് സ്വർഗമുണ്ട്. അത് 1 കോടി വർഷമല്ല, 100,000 കോടി വർഷമല്ല, കോടി 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 കോടി. ഞാൻ എന്റെ മരണം വരെ കോടി ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം. അതല്ലേ ഖാലിദീന ഫിഹാ അബദാ, കാലകാലം സ്വർഗത്തിൽ കടക്കുന്ന ജീവിതം. അത് ഈമാനുള്ളവർക്കല്ലേ. എന്നാ അല്ലാഹ് സത്യം ചെയ്ത് പറയാണ്, ഫലാ വറബ്ബിക, തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇല്ല ഇല്ല, ലാ യുഅ്മിനൂൻ, ഒരാളും മുഅ്മിനാവൂല ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിൽ ഓ നബിയെ തങ്ങളെ തീരുമാനം അംഗീകരിക്കാതെ ഒരാളും മുഅ്മിനാവൂല. അത് വെറുതെ തലകുലുക്കി അംഗീകരിച്ചാൽ പോരാ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അതിൽ മനസ്സിനൊരു വിമ്മിഷ്ടവും പറ്റൂല. മനസ്സിന് പൂർണ്ണ അംഗീകാരം വേണം. മുഹമ്മദ് നബി തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ വയുസല്ലിമൂ തസ്ലീമാ, അത് പോരാ. നബി തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ അത് പൂർണ്ണമായി അംഗീകരിച്ചോളണം, സമ്മതിച്ചോളണം. എന്നാലേ റബ്ബിനെ തന്നെ സത്യം മുസ്ലിമാവുള്ളൂ, മുഅ്മിനാകുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, മലയാള ഖുതുബ നടക്കുന്ന ജുമഅക്ക് പോകുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരൊന്ന് ഓർത്തോളൂ. ആ റസൂലുള്ളാഹി പറയാണ്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ മലയാള ഖുതുബക്ക് പോയാൽ വീടാണ് ഖൈർ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് അതല്ല പള്ളിയാണെന്ന് പറഞ്ഞാൽ ഹബീബ് നബി തങ്ങളോട് അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, തങ്ങളെ തീരുമാനം അംഗീകരിക്കാത്തവൻ സത്യമാണ്, റബ്ബിനെ തന്നെ സത്യമാണ്, മുഅ്മിനാകൂല. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കണ്ടേ സുഹൃത്തുക്കളെ. എല്ലാ രോഗങ്ങളും, എല്ലാ നഷ്ടങ്ങളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ അപകടങ്ങളും മരണത്തോടുകൂടെ തീർന്നില്ലേ? ഇവിടെ എല്ലാ ആഡംബരങ്ങളും കഴിഞ്ഞില്ലേ? അതേസമയത്ത് ഈമാനോടെ മരിച്ചു കിട്ടിയാലോ സന്തോഷമല്ലേ? ഖബറിലും സന്തോഷമാണ്, മഹ്ശറിലും സന്തോഷമാണ്, അവസാന കാലകാലം സ്വർഗത്തിലാണ്.
ഈമാനില്ലാത്തവൻ മരണസമയത്തുള്ള വെപ്രാളം പറയണോ, ഖബറിലുള്ള പ്രശ്നം പറയണോ, മഹ്ശറിലുള്ള ബേജാറ് പറയണോ? നരകമാണെങ്കിലോ ഇന്ന് നമ്മൾ കാണുന്ന തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവിന്റെ സ്വാലിഹീകൾ നരകത്തുനിന്ന് പാതിരക്ക് എഴുന്നേറ്റ് കാവല് ചോദിക്കുന്നത് ഖുർആൻ പറയുന്നില്ലേ? ആ തീ കുണ്ടാരമല്ലേ. ഈമാനില്ലാത്തവന് കാലകാലം ഈമാനുണ്ടാകണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം അംഗീകരിച്ചോളണം.